എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ നമ്മളെ എല്ലാവരെയും വളരെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒരു സംഭവമാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ 5 വർഷമായിട്ട്, ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട്, 5 വർഷമായിട്ട് 64 പേര് ചേർന്ന് പീഡിപ്പിച്ചെന്നേ. ഈ 64 പേരെന്ന് പറയുമ്പോൾ അത് പെൺകുട്ടിയുടെ ബന്ധുക്കളുണ്ട്, അയൽപക്കക്കാരുണ്ട്, പെൺകുട്ടി ഒരു കായിക താരമാണ്, അവളെ പരിശീലനം നടത്തുന്ന ആൾക്കാരുണ്ട്, മറ്റു സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പേരാണ് ഇപ്പോൾ ഇങ്ങനെ വന്നേക്കുന്നത്. ഇപ്പൊ ഈ 64 പേര് ചേർന്ന് ഈ പെൺകുട്ടി ഇത്രയും വർഷം പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊക്കെ ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ് തോന്നുന്നത്. സാധാരണ രീതിയിൽ 13 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ തികച്ചും അവക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടിക്ക് ഏകദേശം ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരണയുള്ള പെൺകുട്ടികളാണ് ഒട്ടുമിക്ക പേരും. പണ്ടുള്ള കാലഘട്ടങ്ങളിലാണ് ഒന്നും അറിയാതെ 13 വയസ്സുള്ള സമയം ഒന്നും അറിയും. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും മീഡിയാസിലൂടെയും അതിലൊക്കെ കേൾക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളവരാണ്. പിന്നെ പലരുടെയും ഭീഷണിക്ക് വഴങ്ങി പെൺകുട്ടി കാര്യങ്ങൾ പുറത്തു പറയാതെ വന്നതാണ് ഇതിനകത്ത് വന്ന കാര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആദ്യം പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനത്തോടെ പീഡിപ്പിച്ചത് പെൺകുട്ടിയുടെ ബന്ധുവാണൊക്കെയാണ് പറയുന്നത്. അപ്പൊ പെൺകുട്ടി അതിനകത്ത് വിശ്വസിച്ചു. പിന്നെ പെൺകുട്ടിയെ നഗ്നചിത്രങ്ങളൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തി വെച്ചേക്കുവാന്നാണ് പറഞ്ഞത്. ഇനി പെൺകുട്ടിക്ക് ആ സമയത്ത് ഫോണും ഇല്ല ഉപയോഗിക്കാൻ. പിതാവിന്റെ ഫോണിലാണ് ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ മാതാപിതാക്കന്മാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടിയുടെയും ഫോൺ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ആരാണ് വിളിക്കുന്നത്, എന്താണ് മെസ്സേജുകൾ വരുന്നത്, കുട്ടികൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നാളെ നമ്മുടെ പെൺകുട്ടികൾ ഒരു ആരുടെയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനും അവർക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനും വേണ്ടി പേരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഈ പിതാവ് അതോ ഇനി പിതാവ് അവരെ പൂർണ്ണമായും അങ്ങ് വിശ്വസിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊന്നും ഒരു കാര്യം പിതാവിന്റെ ഉള്ളിൽ പോലും കാണത്തില്ല. പൂർണ്ണമായും ഇത് വിശ്വസിച്ചു. ഇവരെല്ലാവരും നല്ല ആൾക്കാരാണ്, എന്റെ പെൺകുട്ടിയെ അവർ അതുപോലെയാണ് സംരക്ഷിക്കുന്നൊക്കെ വിശ്വസിച്ച് കാണും. പക്ഷെ പെൺകുട്ടി പോലും അത് പുറത്തു പറയാതിരുന്നത് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുമല്ലോ. അപ്പൊ പെൺകുട്ടി വീട്ടിൽ വന്ന് പറയാൻ പേടി. മാതാപിതാക്കന്മാർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഇതൊക്കെ വിചാരിച്ച ആ പെൺകുട്ടി ഇതൊന്നും പുറത്തു പറയാതെ, പക്ഷെ അവള് എല്ലാവരുടെയും പേരുകളും ഫോൺ നമ്പരും ഒക്കെ അവരുടെ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെളിയിൽ പറയാം, അതിനൊരു അവസരം വരും എന്ന് പെൺകുട്ടി പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ പെൺകുട്ടി പേടിച്ചു വിറച്ച് മറ്റുള്ളവരുടെ ഭീഷണിക്ക് വഴങ്ങി ഇത് പുറത്തു പറയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്കിലും വളരെ 5 വർഷക്കാലം ഇത് തുടർന്നു പോയതിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. കാരണം അത്രത്തോളം എന്തുമാത്രം സഹിച്ചിട്ടുണ്ടായിരിക്കാം ആ പെൺകുട്ടി. ജീവിതത്തിൽ മാനസിക വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, അതുപോലെ ശാരീരിക വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. ഇതുപോലുള്ള ഒരുപാട് കേസുകളൊക്കെ ഇനിയും കാണും, പുറത്തു പറയാൻ പറ്റാത്തതേ. അപ്പൊ ഇത്രയും നമ്മുടെ ടെക്നോളജി വളർന്നു, ഇപ്പോൾ ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയാസിലൂടെയും ഒക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ കേട്ടാലും എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പോഴും പറയാൻ ആൾക്കാർക്ക് പേടിയാണ്. മറ്റുള്ളവരൊക്കെ ഓരോന്ന് കാണിക്കും, മറ്റുള്ളവർ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും, ഇതൊക്കെ പേടിച്ചിട്ട് കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇനിയും കാണും. അപ്പം ദയവ് ചെയ്ത് പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള എല്ലാ പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാർ അവരുടെ മാതാപിതാക്കന്മാരുടെ ഫോണിലേക്കാണല്ലോ എല്ലാ മെസ്സേജുകളും എല്ലാ നമ്പറുകളും ഒക്കെ വരും. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം ആരുടെ നമ്പർ, ഇവരെന്തിനു വിളിക്കുന്നു, ഇവരുടെ ഉദ്ദേശം എന്താണ്. അതുപോലെ തന്നെ കായിക താരമായതുകൊണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച പരിശീലകർ വരെ അതിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്, അതിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ആൺകുട്ടികൾക്കും പ്രശ്നങ്ങളായിപ്പം അവരെ പോലും ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പെൺകുട്ടികളെ ഇങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരുടെ കൂടെ ഒക്കെ വിടുമ്പോൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും ആ പെൺകുട്ടികളുടെ കൂടെ ഏതെങ്കിലും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഗാർഡിയൻസ് അവരോട് ഉണ്ടായിരിക്കണം. ആരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. നമ്മുടെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞാലും ബന്ധുക്കളാന്ന് പറഞ്ഞാലും അയൽപക്കക്കാരാന്ന് പറഞ്ഞാലും ഏത് മനുഷ്യരെ നമ്മൾ ഒരിക്കലും, കാരണം അവർക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവരെ ചൂഷണം ചെയ്യും. നമ്മളെല്ലാവരും ഒരു ബലഹീനരാണ്. ഇവരോട് ഇത് പറ്റും, ഇവരെ ഭീഷണിപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നടക്കും എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പെൺകുട്ടി പേടിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാതെ ഇത്രയും വർഷം കൊണ്ട് നടന്നു. അപ്പോൾ ഇനിയും പറഞ്ഞാൽ പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെ എന്തെങ്കിലും ഉപദ്രവിക്കും, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പേടിച്ചിട്ട് ഈ പെൺകുട്ടിയും ഒന്നും മിണ്ടാതെ സഹിച്ചു മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം
ഇത് ഇനിയെങ്കിലും നമ്മുടെ ഒരു പെൺകുട്ടികൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാർ നല്ല ശ്രദ്ധാലുക്കളായിരിക്കണം. അവർക്ക് ഇത് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ മാതാപിതാക്കന്മാർക്ക് പറ്റും. കാരണം ഒരു കോള് വരുന്നു, അല്ലെങ്കിൽ ഇത് പെൺകുട്ടിയുടെ കൂടെ ആരാണ് വരുന്നത്, ആരാണ് പെൺകുട്ടിയെ പരിശീലനം നടത്തുന്നത്, കായിക താരമാന്ന് പറഞ്ഞാലും ട്യൂഷൻ പഠിപ്പിക്കുന്ന അധ്യാപകരാന്ന് പറഞ്ഞാലും ആരുടെ എനിക്ക് വിട്ടാലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചിട്ട് വേണം പെൺകുട്ടിയെ നമ്മൾ ആരുടെ ഒരിക്കലോട്ട് പഠിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വിടാൻ. അല്ലെ ഇതുപോലെ ചൂഷണത്തിന് ഇരയായിട്ട് 13 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് ആ സമയത്തുണ്ടായ മാനസിക വിഷമങ്ങൾ അതൊക്കെ അവളുടെ ഫ്യൂച്ചറിനെ ബാധിക്കാൻ ഇടയുണ്ട്. ഈ 5 വർഷക്കാലം അവൾ ഇതെല്ലാം കൊണ്ടു നടന്ന ഈ പ്രശ്നങ്ങളെല്ലാം നാളെ ഒരു കാലത്ത് അത് വേറെ തലത്തിലേക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അവളുടെ ജീവിതത്തെ അലട്ടാൻ ഇടയുണ്ട്. അതുകൊണ്ട് പേരൻസ് തീർച്ചയായിട്ടും ഈ കാര്യം ഇതുപോലുള്ള എല്ലാം പെൺകുട്ടികളുടെ പേരൻസ് പ്രത്യേകിച്ച് ഇനി ആൺകുട്ടികളാന്ന് പറഞ്ഞാലും അവരുടെയും ഫോണുകളും അവരുടെ ചാറ്റുകളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ നിയമം പറയുന്നത് എന്താണ്, എല്ലാം നമ്മളിപ്പം ഒരു പെൺകുട്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിയമം പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള പോലെ പോകാം. അപ്പം നമുക്ക് അവിടെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ചൂഷണത്തിന് തൻ്റെ മക്കൾ ഇരയായിട്ടുണ്ടോ എന്ന് നമ്മളെല്ലാം നമ്മുടെ പേരൻസ് അല്ല നമ്മുടെ ബന്ധുമിത്രാദികളെ നമ്മൾ ഒരു മനുഷ്യനെ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. എല്ലാവരും ആരൊക്കെയാണ് ബലഹീനരെ എന്ന് കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിട്ട് മുന്നോട്ട് പോവുക. ഇനിയും ഒരു പെൺകുട്ടിക്കും ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇവർക്കൊക്കെ എതിരെ കർശന നടപടി എടുക്കണം. ഇത്രയും കാലം ഇത്രയും നാളും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച എല്ലാവരെയും പിടിച്ച് നല്ല തക്കതായ ശിക്ഷ ഇവർക്ക് കൊടുക്കണം. കാരണം ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ ആ സമയത്ത് പേടിച്ചു വിറച്ച് ഇവർ പറയുന്നതെല്ലാം കേട്ട് ഇവർക്ക് അഡിക്റ്റായി ജീവിക്കുന്നു. അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നു പോലും പറയാൻ പറ്റാത്ത സാഹചര്യം ഇതെല്ലാത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ഇവന്മാരെ എല്ലാം ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. ഒരിക്കലും ഇവരെ ഒന്നും വെറുതെ വിടരുത്. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുത്ത് ഇവരെ ഒരിക്കലും ഇനി പുറംലോകം കാണാൻ പോലുമുള്ള ഒരു കാര്യം ഇവർക്ക് കൊടുക്കരുത്. ഇവരെയൊക്കെ നല്ല തക്കതായ ശിക്ഷ കൊടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇനിയും ഇങ്ങനെയുള്ള ക്രൈം ഒന്നും റിപ്പീറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക.